നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൂജ കഴിഞ്ഞു. പാർവതിയും വിശാലും തിരികെ പോവുകയും ചെയ്തു. അതിന് പാർവതിയും വിശാലും വന്നിരുന്നോ? അവര് വന്നിരുന്നു, അതല്ലേ പറഞ്ഞത്. എന്നിട്ട് കോളനിയില് ഒരു ഗതിയും പരഗതി ഇല്ലാതെയാണ് താമസമെങ്കിലും അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. എന്താ അറിയാ, എന്ത് അഹങ്കാരമാ അവൾ അവിടെ കാണിച്ചത്? അവൾ ഇപ്പോഴും പറയാ ഈ വീട് അവളുടേതാണെന്ന്. ഈ വീട് അതിന് ഇതെങ്ങനെയാ അവളുടേതാവുന്നേ? ഇത് എന്റെ വീടല്ലേ? ഇത് ആന്റിക്ക് അവള് ഭിക്ഷ തന്നാണെന്ന്. ഭിക്ഷയോ? ആ, അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് നീ അതങ്ങ് കേട്ടു നിന്നു അല്ലേ? അവളുടെ കാരണം പുകച്ചൊന്ന് കൊടുത്തുകൂടായിരുന്നോ? അത് ഇവിടെ നിന്നും ഒന്നും നീ എടുക്കരുത്, കേട്ടോടി ദരിദ്രവാസി. എന്നെ ചട്ടം പഠിപ്പിക്കാൻ നിൽക്കരുത് നീ. എന്നിട്ട് നീ അവൾക്ക് കണക്കിന് കൊടുത്തില്ലേ റിയ? ഞാൻ അവക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ട് ആന്റി. പ്രസാദോ? വെറും പ്രസാദമല്ല, ഗർഭ അലസിപ്പിക്കുന്ന വിഷം കലർത്തിയ പ്രസാദം. ഉദയന്നൂരമ്മയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ ഞാൻ അവക്കത് കൊടുത്തത്. അതുകൊണ്ട് ഒരിക്കലും അവളത് ഉപേക്ഷിക്കില്ല. വീട്ടിലെത്തിയിട്ട് അവളത് കഴിക്കും. അതോടെ അവളുടെ വയറ്റിലുണ്ടായ ജീവന്റെ തുടിപ്പ് എന്നേക്കുമായി നിലയ്ക്കും. പ്രാണൻ പോകുന്ന വേദനയോടെ പാർവതി അവള് കനവ് കണ്ട ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് അറിഞ്ഞ് കരയും. നീ എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ലറിയ. മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. വാ. മിടുക്കി. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.